ബേസിക് മാത്സിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പോസിറ്റീവ് നെഗറ്റീവ് സംഖ്യകളുടെ ഗുണനം, ഹരണം എന്നീ ക്രിയകളാണ് പഠിക്കുന്നത്. പോസിറ്റീവ് നെഗറ്റീവ് സംഖ്യകളുടെ സങ്കലനവും വ്യവകലനവും കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇന്ന് അവയുടെ ഗുണനവും ഹരണവുമാണ് പഠിക്കുന്നത്. അപ്പോൾ മൂന്ന് രീതികളാണ് സാധാരണ വരിക. രണ്ട് പോസിറ്റീവിൻ്റെ ഗുണനം, രണ്ട് പോസിറ്റീവ് സംഖ്യകളുടെ ഗുണനം, ഒരു പോസിറ്റീവും ഒരു നെഗറ്റീവും തമ്മിലുള്ള ഗുണനം, രണ്ട് നെഗറ്റീവ് സംഖ്യകളുടെ ഗുണനം. ഈ മൂന്ന് രീതിയിലാണ് ഗുണനം വരുന്നത്. ഒന്നുകിൽ രണ്ടും പോസിറ്റീവ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് ഒരു നെഗറ്റീവ് ആയിരിക്കാം, അല്ലെങ്കിൽ രണ്ട് നെഗറ്റീവ് സംഖ്യകളായിരിക്കും. ഈ രീതിയിലാണ് മൂന്ന് സംഖ്യകൾ എടുക്കുന്നത്. ഈ ഗുണനം പഠിച്ചു കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ തുടർച്ചയായിട്ട് ഹരണവും നമുക്ക് പഠിക്കാൻ വേണ്ടി കഴിയുന്നതാണ്. ഇപ്പോൾ രണ്ട് പോസിറ്റീവ് സംഖ്യകൾ, ഉദാഹരണത്തിന് 3 × 4 3 × 4 = 12 എന്ന് നമുക്കറിയാം. ഇവിടെ 3 എന്ന് പറയാൻ പോസിറ്റീവ് 3 ആണ്, 4 എന്ന് പറയാൻ പോസിറ്റീവ് 4 ആണ്, 12ഉം പോസിറ്റീവ് 12 ആണ്. അപ്പം 3 × 4ൻ്റെ മീനിങ് 4ൻ്റെ 4 പെൻസിലുള്ള ഒരു കെട്ടാണെന്ന് കരുതുക. 4 പെൻസിലിൻ്റെ ഒരു കെട്ട്. അപ്പോൾ ഇതൊരു കെട്ട്. ഇതുപോലെ 3 കെട്ടുകൾ, പെൻസിലിൻ്റെ 3 കെട്ടുകൾ, 4 പെൻസിലിൻ്റെ 3 കെട്ടുകൾ. അപ്പോൾ ഇതിൽ 4 പെൻസിലുണ്ട്, ഇതിൽ 4 പെൻസിലുണ്ട്, ഇതിൽ 4 പെൻസിലുണ്ട്. അപ്പോൾ ഈ 3 4കളായി. അപ്പോൾ 3 4കൾ, 3 4 = 12. ഇതാണ് 3 4ൻ്റെ മീനിങ്. 3 4s are 12. 3 4കൾ, ഒരു 4 4 4 8 8 4 12, 3 × 4 = 12 കിട്ടി. അപ്പോൾ ഇതിൻ്റെ മീനിങ് രണ്ട് പോസിറ്റീവ് മൾട്ടിപ്ലൈ ചെയ്താൽ, രണ്ട് പോസിറ്റീവ് നമ്പർ മൾട്ടിപ്ലൈ ചെയ്താൽ എപ്പോഴും പോസിറ്റീവാണ് കിട്ടുക എന്നാണ് ഇതിൻ്റെ മീനിങ്. ഇപ്പോൾ രണ്ട് പോസിറ്റീവ് നമ്പർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ എപ്പോഴും പോസിറ്റീവ് മാത്രമേ ആൻസർ കിട്ടൂ. രണ്ട് പോസിറ്റീവ് നമ്പർ മൾട്ടിപ്ലൈ ചെയ്താൽ എപ്പോഴും പോസിറ്റീവ് മാത്രമേ ആൻസർ കിട്ടുള്ളൂ എന്നാണ് ഈ പറഞ്ഞതിൻ്റെ മീനിങ്. ഇനി രണ്ട് നെഗറ്റീവ് ആണെങ്കിലോ, ഒരു പോസിറ്റീവ് ഒരു നെഗറ്റീവ് ആണെങ്കിലോ, ഇപ്പോൾ ഈ പെൻസിലിന് പകരം വേറെ ഏതെങ്കിലും ഒരു സാധനം എടുക്കുക, പെന്നോ മറ്റെടുത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒന്നിൻ്റെ വാല്യൂ -1 ആണെന്ന് ഇരിക്കുക. ഒരു പെന്ന് വിറ്റപ്പോൾ ₹1 നഷ്ടം കിട്ടിയെങ്കിൽ -1 എന്ന് വേണം പറയാം. ഇപ്പോൾ -1 ആണെങ്കിൽ -1. അപ്പോൾ ഇത് -4 ആയി. ഈ കെട്ടിലും അതുപോലെ തന്നെ -4, ഇവിടെയും -4. അപ്പോൾ ഇത് മൂന്നും കൂടി ആഡ് ചെയ്താൽ -12 വരും. -4 -8 -4 കൂടി കൂട്ടിയാൽ -12 വരും. അപ്പോൾ ഇതിന് നമുക്ക് 3 × -4 = -12 എന്ന് പറയാം. അപ്പോൾ 3 × പോസിറ്റീവ് 3 × -4 = -12 ആണ്. 3 -4 എന്നാണ് ഇതിൻ്റെ മീനിങ്. 3 -4, 3 -4 = -12. അപ്പോൾ പോസിറ്റീവ് ഇൻറ്റു നെഗറ്റീവ് മീൻസ് പോസിറ്റീവ് ഇൻറ്റു നെഗറ്റീവ് ഓൾവേസ് = നെഗറ്റീവ്. ഇതിന് ചിലപ്പോൾ തിരിച്ച് ഇങ്ങോട്ട് പറഞ്ഞാൽ -6 × 2 എന്ന് പറഞ്ഞാലും -6 × 2നെ 2 × -6 എന്ന് പറയും. അപ്പോൾ 2 -6, അതും ആൻസർ -12 തന്നെ. അപ്പോൾ പോസിറ്റീവും നെഗറ്റീവും, അത് ഫസ്റ്റിൽ തന്നെ നെഗറ്റീവോ പോസിറ്റീവ് ആവണമെന്നില്ല, എവിടെയായാലും കുഴപ്പമില്ല. ആദ്യത്തേത് നെഗറ്റീവ് ആവും, രണ്ടാമത്തേത് നെഗറ്റീവ് ആവും, ഏതായാലും കുഴപ്പമില്ല. ഒരു പോസിറ്റീവും ഒരു നെഗറ്റീവ് മൾട്ടിപ്ലൈ ചെയ്താൽ എപ്പോഴും ആൻസർ നെഗറ്റീവ് ആയിരിക്കും. പോസിറ്റീവ് ഇൻറ്റു നെഗറ്റീവ് ഓൾവേസ് = നെഗറ്റീവ്. അപ്പോൾ അതാണ് രണ്ട് വ്യത്യസ്ത സൈനുള്ള സംഖ്യകളുടെ മൾട്ടിപ്ലൈ ചെയ്താൽ ആൻസർ എപ്പോഴും നെഗറ്റീവ് ആയിരിക്കുന്നതാണ് ഈ പറഞ്ഞതിൻ്റെ മീനിങ്. ഇനി രണ്ട് നെഗറ്റീവ് വരുന്ന കേസ് നമുക്കൊന്ന് നോക്കാം. ഫോർ എക്സാമ്പിൾ -3, ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ എപ്പോഴും ആൻസർ പോസിറ്റീവാണ് കിട്ടുന്നത് നമുക്ക് പ്രൂവ് ചെയ്യാൻ വേണ്ടി പറ്റും. നെഗറ്റീവ് മൾട്ടിപ്ലൈ ചെയ്താൽ എപ്പോഴും പോസിറ്റീവാണ് കിട്ടുക. അത് നമുക്ക് -3 × 4 = -12 ആണെന്ന് നമുക്കറിയാം. -3 × 4 മീൻസ് 4 -3, തിരിച്ചു പറയാം, 4 -3 = -12. -3 × 5 = -15. -3 × 6 = -18. ഇതൊക്കെ നമുക്കറിയാം, നേരത്തെ പറഞ്ഞു. ഇനി ഇത് നമ്മൾ മുകളിലോട്ട് എഴുതി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക നമുക്ക് നോക്കാം. ഇപ്പം -3 ഇതൊരു ഓർഡർ ഉണ്ട്, എല്ലാം -3 ആണ്. 6 5 4 അങ്ങനെ എഴുതണം. അപ്പോൾ ഇവിടെ 3 വന്നു. ഇവിടെയാണെങ്കിൽ -18, അതിനോട് 3 കൂട്ടി, -18 3 കൂട്ടിയാൽ 3 അധികമാണ് -15, അതിനോട് 3 കൂട്ടിയാൽ -12. അപ്പോൾ ഇവിടെ -9 വരും. -3 × 2 = -3 × -2 = -6. -3 × 1 = -3. -3 × 0 = 0. 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഏത് നമ്പറിനെ 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 0 തന്നെയാണ് നമുക്കറിയാം. ഇപ്പോൾ ഇവിടെ 6 5 4 3 2 1 0 ആയി. ഇനി അടുത്ത സ്റ്റെപ്പ് -3 × -1 വരിക. അപ്പോൾ ഇവിടെ ഇങ്ങനെ 3 ആഡ് ചെയ്ത് പോയി. അപ്പോൾ 0 3 ആഡ് ചെയ്താൽ +3 ആയി. അപ്പോൾ ഇവിടെ നെഗറ്റീവ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആൻസർ +3 ആയി.
ഇനി ഇവിടെ അടുത്ത സ്റ്റെപ്പിൽ -3 × -2 = 3 വീണ്ടും ആഡ് ചെയ്തു 6 ആയി, പോസിറ്റീവ് 6 ആയി. അപ്പോൾ നെഗറ്റീവ് നെഗറ്റീവ് മൾട്ടിപ്ലൈ ചെയ്താൽ പോസിറ്റീവാണ്. -3 × -3 = +9. അപ്പോൾ ഇങ്ങനെ നമുക്ക് പറയാൻ വേണ്ടി കഴിയും. അപ്പോൾ രണ്ട് നെഗറ്റീവ് സംഖ്യകൾ മൾട്ടിപ്ലൈ ചെയ്താൽ എപ്പോഴും ആൻസർ പോസിറ്റീവാണ്. അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ്റെ പ്രധാനപ്പെട്ട റൂൾ ഇതാണ്. പോസിറ്റീവ് മൾട്ടിപ്ലൈ ചെയ്താൽ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. പോസിറ്റീവ് നെഗറ്റീവ് മൾട്ടിപ്ലൈ ചെയ്താൽ എപ്പോഴും ആൻസർ നെഗറ്റീവ് ആയിരിക്കും. നെഗറ്റീവ് മൾട്ടിപ്ലൈ ചെയ്താൽ ആൻസർ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. ഈ 3 റൂളാണ് ഈ മൾട്ടിപ്ലിക്കേഷനായിട്ട് ബന്ധപ്പെട്ട് ഉള്ള പോസിറ്റീവ് നെഗറ്റീവ് സംഖ്യകളുടെ മൾട്ടിപ്ലിക്കേഷനിൽ വരുന്നത്. ഇനി ഡിവിഷന് വേറെ പ്രത്യേകിച്ച് റൂളൊന്നുമില്ല. ഇത് തന്നെ മൾട്ടിപ്ലിക്കേഷൻ്റെ എല്ലാ റൂളുകളും ഡിവിഷനും അപ്ലിക്കബിളാണ്. ഗുണനത്തിൻ്റെ എല്ലാ നിയമങ്ങളും ഹരണത്തിനും ബാധകമാണ്. എന്ന് പറഞ്ഞാൽ +6 ഹരിക്കണം +3 സമം +2. പോസിറ്റീവും ഹരിച്ചാൽ ഉത്തരം പോസിറ്റീവ്. -10 ഹരിക്കണം +5 = -2. ഒരു പോസിറ്റീവും നെഗറ്റീവും ഹരിച്ചാൽ ആൻസർ നെഗറ്റീവാണ്. അത് ആദ്യം പോസിറ്റീവായാലും കുഴപ്പമില്ല. 12 ÷ -6 അടിയിൽ നെഗറ്റീവായാലും കുഴപ്പമില്ല, മുകളിൽ നെഗറ്റീവായാലും കുഴപ്പമില്ല. ഒരു പോസിറ്റീവ് നെഗറ്റീവ് ഡിവൈഡ് ചെയ്താൽ ആൻസർ എപ്പോഴും നെഗറ്റീവാണ്, -2. 2 നെഗറ്റീവ് ഡിവൈഡ് ചെയ്താൽ -8 ÷ -4 = +2. നെഗറ്റീവും ഡിവൈഡ് ചെയ്താൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നെഗറ്റീവും ഡിവൈഡ് ചെയ്താൽ ആൻസർ പോസിറ്റീവാണ്. അപ്പോൾ ഇവിടെ ഇൻറ്റു എന്നുള്ളതിന് പകരം ബൈ ഇട്ടാലും ഇതേ റൂൾ തന്നെയാണ് അവിടെ വരിക. 2 പോസിറ്റീവ് ഡിവൈഡ് ചെയ്താൽ പോസിറ്റീവ്, ഒരു നെഗറ്റീവ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നെഗറ്റീവിനെ നെഗറ്റീവ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ആൻസർ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ ഗുണനവും ഹരണവും ഒരേ നിയമം തന്നെയാണ് പാലിക്കുന്നത്. അപ്പോൾ പോസിറ്റീവ് നെഗറ്റീവ് സംഖ്യകളുടെ ഗുണനവും ഹരണവും കാര്യമാണ് ഇവിടെ ഞാൻ സൂചിപ്പിച്ചത്. വളരെ എളുപ്പമാണ് പോസിറ്റീവ് നെഗറ്റീവ് സംഖ്യകളുടെ ക്രിയകൾ ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഇതുവരെ നാം പഠിച്ചതിൽ പോസിറ്റീവ് നെഗറ്റീവ് സംഖ്യകളുടെ സങ്കലനം, വ്യവകലനം, ഗുണനം, ഹരണം എന്നിവ പൂർത്തീകരിച്ചിട്ടുണ്ട്.